അതേട്ടാ ഇതെന്താണ് കഴുത്തേല് പ്ലാസ്റ്റർ ഇടുവാണോ? ബിയറൊക്കെ വിൽക്കാനായിരിക്കും അല്ലേ? ഒരു ചേച്ചി ഞാനോടത്ത് കഴുത്ത ഷാള ഇട്ടേക്കണം. അത് പാമ്പ് പെരുമ്പാമ്പിനാണ് പെരുമ്പാമ്പിനെയൊക്കെ കഴുത്തിട്ടേക്കുവാ. അടിച്ച് തകർത്താ പോന്നെ, അടിച്ച് തകർത്ത്. ഭയങ്കര സ്പീഡല്ലേ? ഭയങ്കര സ്പീഡാ. പാട്ടൊക്കെ പാടി കളിച്ച് എൻജോയ് ചെയ്യുക അല്ലേ? അടിച്ച് പൊളിച്ചാണ് ഓരോ സംഭവങ്ങളും. വെള്ളത്തിൽ കാര്യമായിട്ട് അവർ കുളിപ്പിക്കുന്നത് നോക്കി. അത് തന്നെ എന്ത് രസമുണ്ട്. നമ്മുടെ ഈ യാത്ര അടിപൊളിയാക്കി ഒരാളെ പരിചയപ്പെടാം. വലിയ പൈസയൊന്നുമില്ല, നിങ്ങൾ വിളിച്ചാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞു തരും. ചെറിയ വീതിയല്ലല്ലോ ഇവിടെ? ചെറിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, നമ്മള് മണ്ഡലത്തുരത്തൊക്കെ പോകത്തില്ലയോ അതേപോലെ ചെറിയ വീതി. യഥാർത്ഥത്തിൽ പ്രജനെ മണ്ഡലത്തുരത്തൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാമെങ്കിൽ അടിപൊളിയാ കേട്ടോ. ആലപ്പുഴയിലൊക്കെ ചെയ്യാം. ആലപ്പുഴയിലും മണ്ഡലത്തുരത്തും നമ്മുടെ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ചെയ്യാമെങ്കിൽ വെടിച്ചില്ല. നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ശരിക്കും എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ കേട്ടോ. ഇത് വീട് പോലെ ഇത് വീടാ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിനകത്താ ഈ വീട്. ഓ അടിപൊളി, നല്ല രസമായത്. അവർ താമസിക്കുന്ന കേട്ടോ, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പക്ഷെ അടിയിൽ പലകയാണ്. പലകയും മറ്റേ ഇതൊക്കെ നമ്മുടെ സ്ഥലം പോലെ ഉണ്ടല്ലോ. എല്ലാം മാവും പ്ലാവും തെങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട് പോലെ അല്ലേ? നമ്മുടെ നാട് പോലെ അടിപൊളിയായിട്ട്. പ്രജനെ ഈ വെള്ളം നോക്കിയേ, യഥാർത്ഥത്തിൽ ഇത് കലക്ക വെള്ളമാ. നമ്മുടെ നാട്ടിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം. ഈ കലക്ക വെള്ളത്തിലാണ് ഇവർ ഇത്രയും ഇത്രയും. അത് മാത്രമല്ല പൈസ നല്ല പൈസയാ. ഇങ്ങനെ വളവുകളൊക്കെ ഉണ്ട് ഒരുപാട്. വളവുണ്ട്, നല്ല വൃത്തിയായിട്ട് അവര് സൂക്ഷിച്ചാക്കി റെഡിയാക്കി വെച്ചേക്കുന്നേ. ഇങ്ങനെയുള്ള ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലേ? ഈ ബോട്ടിന്റെ സൈഡിലെല്ലാം കച്ചവടമുണ്ട്, കച്ചവടക്കാരുണ്ട്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. നല്ല സ്പീഡിലാണ്. പുറകിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, ഓളം വരുന്നത്. ഇഷ്ടം പോലെ തെങ്ങാ കേട്ടോ. ഇവിടുത്തെ ആ കരിക്കൊക്കെ നമ്മൾ കുടിച്ചപ്പോ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ടേസ്റ്റ്. നമ്മുടെ നാട് പോലെ തന്നെ. സൈഡൊക്കെ നോക്കിയാലേ നമ്മുടെ പിന്നെ കുട്ടനാട് സൈഡ് അതുപോലൊക്കെയുള്ള സൈഡാ എല്ലാം. മറ്റേ അല്ലിനാരങ്ങ മറ്റേ മാവ് എല്ലാ സാധനവും ഉണ്ട്. ഒരു വീട്ടില് ഫ്രണ്ടിൽ നിന്ന് അവര് പൂച്ചേനെ കുളിപ്പിക്കുക കണ്ട. ആ വീടും ഇതേപോലെ തന്നെ നമ്മുടെ പിന്നെ തടിയിലാ നിൽക്കുന്നത്. വെള്ളത്തിൽ കാര്യമായിട്ട് അവർ കുളിപ്പിക്കാൻ നോക്കി. അത് തന്നെ എന്ത് രസമുണ്ട്. എല്ലായിടത്തും ബിയറും വൈനും കരിക്കും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അതുപോലെ കരിക്കും തേങ്ങ എല്ലാം ഉണ്ട്. എല്ലാവരും നമ്മളെ കാണിച്ചോണ്ടിരിക്കും. ശരിക്കും നമ്മുടെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ്. ഇതുപോലെ സൈഡുകളിൽ ഇതുപോലെ ഷോപ്പുകൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുറെ ബോട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കേരളം ലെവലാ. കാരണം ഇവിടുത്തെ വെള്ളത്തിന്റെ കളറുണ്ട്, കലക്കലാണ്. നമ്മുടെയൊക്കെ നല്ല അടിപൊളി വെള്ളമാണ്. നമുക്ക് എന്തും വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാന്നറിയോ? അവിടെന്നും ഇവിടെന്നും ഒക്കെ വരുന്നുണ്ടല്ലോ ബോട്ട് രണ്ട് സൈഡിൽ നിന്ന്. നമ്മുടെ മണ്ഡലത്തുരത്ത് നമ്മൾ കാണത്തില്ലയോ? അതിന്റെ വേറെ രീതി. കറക്റ്റ് സൈഡിൽ കൂടിയാണ്. അത് തന്നെ ചെറിയ വഴിയാട്ടോ, ചെറിയ വഴി ഇത് മാത്രം പോകാനായിട്ടാ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കും. അത് ഒരു സൈഡിൽ കൂടെ വെള്ളം പോകുന്നു, മേളിൽ കൂടെ നടന്നു പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ ചെറിയ കച്ചവടം ഒന്നും അല്ല. എല്ലാ സാധനവും ഉണ്ട്. കണ്ടോ, നമ്മൾ ഈ കാണുന്നത് ബോട്ടിന്റെ സൈഡിലാണ് ഈ കച്ചവടം എല്ലാം നടക്കുന്നത്. ഇവിടെ എല്ലാം ഇവര് നിർത്തി തരും, എന്നിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഈ ചേട്ടൻ കരിക്ക് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഐസ്ക്രീം കരിക്കിന്റെ കുറെ വെറൈറ്റി ഉണ്ട് ഇവിടെ. അതിന്റെ 2 ബോട്ട് ഇതുവഴി പോവോ? 2 ബോട്ട് എന്ന് പറഞ്ഞാൽ പരാപരമാണ്. ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് മാത്രമാ കറക്റ്റ് പോകുന്നല്ലേ? ഇത് മറ്റേ ഫോട്ടോ എടുക്കാനായിട്ട് ഓരോ ജീവികളൊക്കെ ഉണ്ട് അല്ലേ? അതെ എല്ലാത്തിനും ഫോട്ടോ എടുക്കാം. ഇതൊക്കെ എല്ലാം നിൽക്കുന്ന തടിയിലും ഈ കോൺക്രീറ്റിന്റെ ഇതിലൊക്കെയാണ്, തൂണിലൊക്കെ അല്ലേ? കോൺക്രീറ്റ് തൂണും തടിയാണ്. ആ വീടുകളൊക്കെ കൂടുതലും തടിയിലാണ് നിൽക്കുന്നത്. അതെ പക്ഷെ ഈ സ്ഥലമൊക്കെ കാണാൻ ഭംഗിയല്ലേ? ഭയങ്കര രസമാണ്. 2 സൈഡിൽ ലൈറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വെള്ളമായിട്ട് പോലും അവർ എന്ത് വൃത്തിയായിട്ടാ ഇതിനെയൊക്കെ നോക്കുന്നത് അറിയാം. ഒരു വല്യമ്മ അല്ലേ? കുറെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ട് വെച്ചേക്കണം. ഗ്യാസ് കുറ്റി. ആ ഇഞ്ചൻ ഒന്ന് കാണിച്ചേ, നമ്മുടെ ആ മറ്റേ ബോട്ടിന്റെ ഇഞ്ചൻ ഒന്ന് കാണിച്ചേ. ബോട്ടിന്റെ എഞ്ചിൻ അത് കാണാൻ രസമുണ്ടല്ലയോ? കാണാൻ രസമുണ്ടെന്ന് മാത്രം നല്ല വലിപ്പം ഉണ്ടല്ലേ? ഭയങ്കര വെറൈറ്റി സാധനമാണ്, നല്ല പവറാ, അടിപൊളി എഞ്ചിനാ ബോട്ട്. ഈ ശില്പങ്ങളൊക്കെ പറഞ്ഞ ഏതൊക്കെ വെറൈറ്റി എന്നൊക്കെ അവരുടെ ചിരി തന്നെ ഭയങ്കര അല്ലയോ? എല്ലാവരും ചിരിക്കും, എല്ലാവരും നല്ല സന്തോഷത്തോടെ ചിരിച്ചാണ്. എല്ലാ രാജ്യത്തും എല്ലാവരും ഉണ്ട്. ഇവരെ നമ്മളൊരു മുട്ടായി മേടിച്ചാൽ പോലും അവരുടെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നമ്മളുള്ള സന്തോഷം ഭയങ്കരമാണ്. അതെ 3 ബോട്ട് ഒരുമിച്ച് പോവാണേ. അല്ല ഫ്രണ്ടിലോട്ടെ വരിവരിയായിട്ടാ നമ്മുടെ കാറൊക്കെ കിടക്കുന്നതിന്റെ കൂട്ട് വരിവരിയായിട്ടാണ് നമ്മുടെ ആ ബോട്ടുകൾ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം പൊങ്ങും കേട്ടോ, ഇത്ര അല്ലേ? അത്രയും വെള്ളം. ഇപ്പൊ വെള്ളം താന്നിക്കുവാ. ഇപ്പൊ വെള്ളം തീരെ കുറവാ. പൊങ്ങുമ്പോ കറക്റ്റ് മേളിൽ തന്നെ വരും. ഓരോ വീട്ടിലോട്ട് പോകണമെങ്കിലും എല്ലാം വെള്ളമാ. പലതരം കുടകളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടോ നമ്മുടെ ഈ വർക്കുകൾ കണ്ട ഒരു രക്ഷയില്ല, അത്രയ്ക്ക് സൂപ്പറാ. വെളിയിൽ ഷോപ്പുകളിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ഐറ്റങ്ങൾ ഈ ഒരു ബോട്ട് യാത്ര തന്നെ കിട്ടുക. എല്ലാ ഐറ്റങ്ങളും
ഇതിനെ ഹോട്ടലിൽ തന്നെ എല്ലാ വെറൈറ്റി ഉണ്ടല്ലോ. ഹോട്ടലുണ്ട്, കൂടുതലായിട്ടും നമ്മുടെ ഈ കരകൗശല വസ്തുക്കളാണ് കൂടുതലായിട്ടുള്ളത്. അത് നമ്മുടെ ഈ കേരളത്തിന്റെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. യാത്ര എങ്ങനെയുണ്ട്? യാത്ര ഒരു രക്ഷയില്ല. ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഈ ഫുൾ പാക്കേജ് അറേഞ്ച് ചെയ്ത് ഓസ്റ്റിൻ ഹോളിഡേയ്സ് അവരാണ് ശരിക്കും ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് റൂം ആയാലും അതുപോലെ തന്നെ നമ്മുടെ യാത്രകളായാലും ഗൈഡ് ആയാലും എല്ലാം അടിപൊളി. പാട്ടൊക്കെ പാടി കളിച്ച് എൻജോയ് ചെയ്യാം. അടിച്ച് പൊളിച്ചാണ് ഓരോ സംഭവങ്ങളും. ശരിക്കും അടിച്ച് പൊളിക്കാനായിട്ട് പോന്നാ മതി. ഈ ചേച്ചിയാണെങ്കിൽ വിൽക്കുന്നത് മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ? എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ ആ ചിരി ഒരു രക്ഷയില്ല. പക്ഷേ ആ വീടുകൾ നോക്കിയേ, എല്ലാ വീടും ഇതേപോലെ തന്നെ നിർത്തിയിരിക്കുക. അടിപൊളിയല്ലേ? എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ. ഇവരെല്ലാം താമസിക്കുന്ന വീടുകളായതല്ല. ഈ ബോട്ട് പോണതിന്റെ ഓളാണ് ശരിക്കും നല്ലൊരു അനുഭവമാണ്. അതെ അതെ, കടലൊന്നും അല്ല, ഓളം അടിച്ചാ പോന്നെ. അതെ അതെ അതെ. കൊറേ വീടുകൾ അങ്ങോട്ടെല്ലാം ഉണ്ട്, ബാക്കിലോട്ടെല്ലാം വീടുകളാ. ഈ ഡിഷൊക്കെ നമ്മുടെ നാട്ടില് പണ്ടുണ്ടായിരുന്നല്ലേ? ആ പഴയ ഡിഷ്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ അതായില്ലയോ മറ്റേതൊന്നും. ഇത്ര ഓളം അപ്പുറത്ത് ഇപ്പുറത്ത് വന്നെങ്കിൽ ഒരു തരി പോലും ഉള്ളിലോട്ട് വരുന്നില്ല. ഒട്ടും വരുന്നില്ല. പുള്ളിക്കാൻ അടിച്ച സ്പീഡിലാ പോകുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതിന്റെ മാത്രമായിട്ട് ഇവിടെ എത്തുമ്പോഴത്തേനേ ഇതങ്ങ് നിറഞ്ഞ് മറ്റേ നമ്മളെ എന്താ പറഞ്ഞേ, ഈ വണ്ടിയും കാറും ഒക്കെ നിർത്തുന്നതിന്റെ കൂട്ടാ ഈ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. ആൾക്കാർ മൊത്തം ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ആളാ, ഇഷ്ടം പോലെ ആള്. ഇവിടെയൊക്കെ കച്ചവടമാണ്. എല്ലായിടും കച്ചവടം, വള്ളത്തേനും കച്ചവടമാ, ആ ബോട്ടിലൊക്കെ കച്ചവടമാ. ഇവിടെ പെരുമ്പാമ്പൊക്കെ ഇട്ടിരിപ്പുണ്ടല്ലോ, മറ്റേ കയ്യില് പെരുമ്പാമ്പൊക്കെ അല്ലേ? ഇവിടെ അല്ലിനാരങ്ങയൊക്കെ ഇട്ട് ഒരു അമ്മച്ചി. മറ്റേ എല്ലാം രസമാണ് കേട്ടോ. ഗ്രാമത്തിന്റെ എല്ലാ ഫ്രൂട്ട്സും ആയിട്ട് അമ്മച്ചി വരുന്നുണ്ട്. ആ ഗ്രാമത്തിന്റെ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ, നല്ല രസമാ. അവരാ തനതായിട്ടുള്ള രീതി പഴയ തൊപ്പിയൊക്കെ ധരിച്ച് നല്ല രസമാ. ഇതെല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ തരും. അതെ അതെ അതെ. ഇന്നലെ നമ്മൾ കണ്ട പേരക്ക പോലത്തെ അത് ഭയങ്കര മധുരം കേട്ടോ. ആ സാധനം ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഒരു ചേച്ചി ഞാനോടത്ത് കഴുത്ത ഷാള ഇട്ടേക്കണം. അയ്യോ, അത് പാമ്പ്, മറ്റേ പെരുമ്പാമ്പിനെയൊക്കെ കഴുത്തിട്ടേക്കുവാ. അന്തരേട്ടാ, നമ്മള് സത്യത്തിൽ മറ്റേ ട്രാഫിക് ജാമേ കണ്ടിട്ടുള്ളൂ. ഇത് വള്ളത്തിന്റെ ജാമല്ലേ? വള്ളത്തിന്റെ ട്രാഫിക് ആയിട്ടുള്ള പ്രശ്നം. സാധാരണ നമ്മള് കണ്ടേക്കുന്നത് റോഡിലാ. ഇവിടെ അതിനെക്കാട്ടില്ല കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെല്ലാം രാജ്യത്ത് നിന്ന് എത്ര ആള് വരുന്നെന്ന് ഇവിടെ. ഒരു വല്യമ്മ നമ്മുടെ വള്ളത്തിന്റെ ഫ്രണ്ടിൽ ഗ്യാപ്പിൽ കൂടി വരുന്നുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ എല്ലാത്തിനും ഓവർടേക്ക് ചെയ്ത് പോവല്ലേ? അതെ തന്നെ. എല്ലാവരും വീഡിയോയും ഫോട്ടോയിലുമാ. എല്ലാവരും ഇത് തന്നെയാണ് പരിപാടി. ഫോട്ടോ എടുക്കുന്നു, പോസ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ വളഞ്ഞ് വന്ന് കയറും അല്ലേ? ഒരു സൈഡിൽ നിന്ന് വളഞ്ഞ് തിരിഞ്ഞാ വന്ന് നോക്കി. പക്ഷെ പ്രജന ഇതുപോലെ 100 കണക്കിന് വഴികളാ ഇങ്ങനെ പല സൈഡിലോട്ട് എല്ലായിടത്തും ഉണ്ട്. ബിയറൊക്കെ വിൽക്കാനായിരിക്കും അല്ലേ? ഈ ചെറിയ വഴി ആളില്ലാത്തപ്പോ പുള്ളി അടിച്ച് തകർക്കും. നമ്മുടെ ചേട്ടനാണ് എല്ലാ വള്ളത്തെ ഓട്ടേക്കും അല്ലേ? വീട് കണ്ട പ്രശ്നേ, ആ വീടൊന്നും നോക്കിയേ, അടിപൊളി, എന്ത് ഭംഗിയാ നോക്കിയേ. റിസോർട്ടുകളല്ലേ? അയ്യോ, അടിപൊളി സൂപ്പറാ കേട്ടോ. നമ്മുടെ ചായ മനസ്സ് ഇവിടെ വരെ ഉണ്ടല്ലേ? നമ്മുടെ ഡയൽ കേരള വന്ന വീഡിയോ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട് കേട്ടോ. തായ്ലാന്റിലാണ് ഇത്, അവിടെ വരെ ചായ മനസ്സ് ഉണ്ട്. അതെ തന്നെ. നമ്മൾ വള്ളത്തിൽ നേരെ ഇങ്ങോട്ട് കയറിയല്ലേ? ഇനിയിപ്പോ ഇങ്ങോട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള ഈ സ്റ്റിക്കറിനകത്തുണ്ട്. ഓക്കെ, ഇതിൽ പോകാൻ നമുക്ക് സ്ഥലം ഇല്ലല്ലേ? ഇതേപോലെ വണ്ടിക്കകത്ത് നമ്മളെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. കുറച്ച് ദൂരെ ഉള്ളെന്ന് തോന്നുന്നു, നമുക്ക് എന്തെങ്കിലും കാണാം. ഓക്കെ. നമ്മുടെ കഴുത്തിന് എത്ര ഹൈറ്റ് കാണും? ഇത്ര നീളമുള്ളൂ. ഇത്ര നീളമല്ലേ ഉള്ളൂ. പക്ഷെ ഹൈറ്റ് നീളമുള്ള ഒരാളെ കണ്ടാലോ? ഓക്കെ, നീളമുള്ള ഒരാളല്ല, കുറെ ആൾക്കാരെ കാണാം. ഒരുപാട് പേരുണ്ടല്ലേ? ഇത് കണ്ടോ, ഇതെല്ലാം കഴുത്തിന് നീളക്കൂടുതലാണ്. ആ ഓരോ റിങ്ങും കറക്റ്റ് ചെയ്തിട്ട് ഒരു ഹൈറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഗ്രാമം പോലെ തന്നെയാണ്. ഇവിടെ ഫോട്ടോസ് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറ്റും. ഇവിടെ റിങ്സുകൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഓരോ റിങ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നീണ്ടു വരും. അപ്പൊ ആ ഒരു റിങ്ങിനനുസരിച്ചാണ് ഹൈറ്റിന് നീളം കൂടുതൽ പറയുന്നത്. ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം അല്ലേ? ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും പ്രജനെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ
ബിസിനസ് ആണ്. കച്ചവടമാണ്, ബിസിനസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ നമ്മൾ പലരോടും പറയാറുണ്ട്, നമ്മളെ പല വീഡിയോ കണ്ടിട്ട് എല്ലാം ബിസിനസ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പല സാധനങ്ങൾ ഈ നാട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ കേരളത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാ സ്ഥലങ്ങളും അടിപൊളി, ഒരു ഗ്രാമം പോലെ തന്നെയോ. ശരിക്കും ഒരു സെറ്റ്, സിനിമയ്ക്ക് സെറ്റ് ഇട്ടേക്കുന്നില്ലയോ? ഭയങ്കരമായിട്ട് അതാ റിങ്ങാ പറഞ്ഞ റിങ്ങില്ലയോ, ആ റിങ്ങിന്റെ റിങ്ങിനനുസരിച്ചാണ്. ഇതാണ് ഇവരെ കഴുത്ത് ഇടുന്ന റിങ്. ഈ റിങ് അനുസരിച്ചാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കര വെയിറ്റ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന് ഭയങ്കര വെയിറ്റ്, ഇതുണ്ടോ ഈ വെയിറ്റ് ആണ് അവർ കഴുത്തിലിട്ടിരിക്കുന്നത്. ഓ ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് ഇതെന്താണ് കഴുത്തേല് പ്ലാസ്റ്റർ ഇടുവാണോ? അതെ, കഴുത്തേൽ ഈ റിങ് ഉണ്ടോ, ഈ റിങ് അനുസരിച്ച് കഴുത്തിന്റെ നീളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവർക്ക് കഴുത്തിന് ഭയങ്കര നീളമാവും. ഒരു അമ്മ ഇപ്പൊ നമ്മൾ കണ്ടത് ഭയങ്കര നീളമാണ്. ചെയ്തോ ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതിന്റെ ഓ ഈ ഡ്രസ്സ് നെയ്യുന്നത് ദാണ്ട പ്രശ്നേ, ഇതാണ് ഈ ഡ്രസ്സ് നെയ്യുന്നത്. ഓ കണ്ടോ, ഇത് നെയ്യുന്നത് കണ്ടോ. ഓ ഇങ്ങനെ നെയ്ത സാധനമാ. ഇത് കണ്ടോ, ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. 2 ദിവസം എടുക്കും ഒരെണ്ണം ഇതേപോലെ ഉണ്ടാക്കാൻ. 2 ദിവസം ഇതെല്ലാം ഇങ്ങനെ അത് തന്നെ. പ്രജിനെ ഞാൻ ഇത്രയും സമയം തന്നെ നിന്നപ്പോ ഭയങ്കര വെയിറ്റ് കേട്ടോ. അപ്പൊ ഇവര് ഇത്രയും സമയം നിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടല്ലോ, റിങ് ഇങ്ങനെ എണ്ണ ഉണ്ട്. 25 റിങ് ഉണ്ട്. 25 റിങ് ആണ് ഈ സാധനം. ഇത് അതുപോലുള്ള റിങ്. ഇത് കൂടുന്തോറും കഴുത്തിന് ഇങ്ങനെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് അമ്മുമ്മ അല്ലേ? അമ്മുമ്മ അമ്മയ്ക്ക് നല്ല കഴുത്തിന് നല്ല രീതിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൈറ്റില്. എത്ര റിങ്സ് എത്ര റിംഗ് ആണ്? എത്ര റിംഗ് ആണെന്നാ ഇത് പറഞ്ഞത്? 31 റിംഗ് ആണ്. കഴുത്ത് നീണ്ടു വന്നാണ്. എത്രയും നീളമുണ്ട്. 31 റിംഗ്. ഇതിന്റെ വെയിറ്റ് കണ്ടോ, ഭയങ്കര വെയിറ്റ് കേട്ടോ. കൈ ഇങ്ങനെ താഴോട്ട് പോകും, അത്രയ്ക്ക് വെയിറ്റാ. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ് തനതായിട്ടുള്ള പഴയ നെയ്ത്ത് പോലെ സംഭവങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ പഴയ നമ്മുടെ മറ്റേ കവണി അതെല്ലാം ഉണ്ട്. അതിങ്ങനെ അടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, പഴയ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ. നമ്മുടെ ഈ യാത്ര അടിപൊളിയാക്കി ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? ഓസ്റ്റിൻ എന്നാണ് സാറേ. ശരിക്കും പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് റൂമായാലും അല്ലെ യാത്രയായാലും ഗൈഡായാലും എല്ലാം അടിപൊളിയാക്കി തന്നതാണ്. ശരിക്കും എത്ര വർഷം കൊണ്ട് സാർ ചെയ്യുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട്. 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ എല്ലാ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് എല്ലാ ടൈപ്പ് പാക്കേജും ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ എവിടെയൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ അവിടത്തേക്ക് എല്ലാം നമ്മൾ പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് വ്യത്യസ്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വളരെ ശ്രദ്ധയോടാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ശ്രദ്ധയോടെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരു കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചാണ് ആ പാക്കേജുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അവരുടെ ഭക്ഷണം വളരെ പ്രധാനം. പുറത്തെ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഭക്ഷണത്തിന് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അവരുടെ താമസം, അവരുടെ യാത്ര പോകുന്ന വാഹനങ്ങളാകട്ടെ എല്ലാം അവിടെ ചെന്ന്, പിന്നെ ഈ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു സെലക്റ്റീവായിട്ട് ചെയ്യും. കാരണം പലരും ഒരു പാക്കേജിനകത്ത് ഒരു ഐറ്റിനറി ഉണ്ടാക്കുമ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങൾ ഇടും. അപ്പോൾ പലപ്പോഴും അത് ഓടിയെത്താൻ പറ്റത്തില്ല, അവർ ടയർഡാവും ഇത്രയും യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഒരു റിലാക്സ് ചെയ്ത് ഇത് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ പാക്കേജ് ചെയ്യുന്നത്. സാർ ഇപ്പോൾ വലിയൊരു യാത്ര ഇപ്പൊ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, കപ്പലില്. അതെ. അതെവിടത്തേക്കാ? അത് മുംബൈ ടു കൊച്ചിനാണ്. ഇതെന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ അത് 3 ദിവസമാണ് പാക്കേജ്. ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ മുംബൈയിൽ പോകുന്നു. മുംബൈ കംപ്ലീറ്റ് കാണുന്നു. പിറ്റേ ദിവസം അടുത്ത ദിവസം ഷിപ്പിലോട്ട് കയറുന്നു. അത് ഷിപ്പ് നേരെ കൊച്ചിയിൽ വന്നിറങ്ങുന്നു. 2 രാത്രി കപ്പലിലാണ്. അത് ലക്ഷറിയസ് കപ്പൽ, മനോഹരമായ യാത്ര. കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഏകദേശം നല്ലൊരു ഗ്രൂപ്പ് വെച്ചാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഞങ്ങളിപ്പോൾ അവിടെ ബോംബെ താമസിക്കുന്നതിന് ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ അവിടെ ലോക്കൽ സൈറ്റ് സീയിങ് കാണുന്നു. അവരുടെ ഭക്ഷണങ്ങളാകട്ടെ, പിന്നെ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ മുഴുവൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എല്ലാ സാധനവും. ഇതെല്ലാം കഴിഞ്ഞ് വളരെ ഒരു പുതിയ ഒരു യാത്രയിൽ തന്നെ ഒരു വ്യത്യസ്തമായ കപ്പൽ യാത്ര എന്ന് പറയുന്ന പലരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത് കേൾക്കാൻ വിചാരിക്കും വലിയ പൈസയൊന്നുമില്ല, നിങ്ങൾ വിളിച്ചാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ യാത്രയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പം തന്നെ ഞങ്ങൾ പോയിട്ട് വന്നാൽ മനസ്സിലായി. കാരണം അതേ റൂമിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും വളരെ കൃത്യതയോടാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് വിളിക്കാൻ പറ്റും, അവിടെ നിന്നുകൊണ്ട് തന്നെ വിളിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് ഉത്തരവാദിത്തം കൂടുതലായിട്ടുണ്ട്.
ഉണ്ട്, 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ സാർ വേറെ എന്തൊക്കെ ചെയ്യുന്നു? നമ്മുടെ കമ്പനിയുടെ പേരെന്തുവാ? ഇതിനകത്ത് ഓസ്റ്റിൻ ഹോളിഡേസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഇപ്പൊ നിലവിൽ പാലക്കാടും കൊല്ലത്തും ബ്രാഞ്ച് ഉണ്ട്, UK-ലും ഉണ്ട്. ഈ 3 സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഞങ്ങൾ ഒരു എക്സ്പാൻഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്വാളിറ്റിയിൽ നമ്മൾ ഇത് ചെയ്യും. പിന്നെ ഒരു യാത്ര പോയി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ആ പോകുന്നവരെ നമ്മളുടെ റഡാറിലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന നിമിഷം മുതൽ ഞങ്ങളുടെ സ്റ്റാഫുകൾ അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സമയത്തും അവർക്ക് ചെറിയൊരു ആവശ്യത്തിന് പോലും നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. കൂടാതെ വലിയ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തന്നെ ടൂർ മാനേജേഴ്സ് ഉൾപ്പെടെ അതിനകത്തുണ്ടാവും. ഇപ്പൊ പ്രായമുള്ള ആൾക്കാരൊക്കെ വരുന്ന പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ സെറ്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഇപ്പൊ ധൈര്യമായിട്ട് തന്നെ പോകാൻ പറ്റും. ഞങ്ങളിപ്പോ 2 പേര് മാത്രമായിട്ടാണ് യാത്ര ചെയ്തത്. പക്ഷെ ഗ്രൂപ്പ് ആകുമ്പോൾ അതൊരു വേറൊരു വെറൈറ്റി ആയിട്ട് പോകും. സാർ വേറെ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നത്? വേറെ നമ്മൾ ഈ പാക്കേജുകൾ കൂടാതെ തന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത് മെഡിക്കൽ ടൂറിസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആയുർ സഞ്ചാര എന്ന് പറയുന്ന ഒരു പുതിയൊരു ബ്രാൻഡ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറോപ്പതിയാണ്, പ്യൂർലി നാച്ചുറോപ്പതി. ഒരു ഇൻറ്റേർണലായിട്ട് ഒരു മെഡിസിനും നമ്മൾ കഴിക്കാതെ എക്സ്റ്റേണലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഉഴിച്ചിൽ, അതുപോലെ തന്നെ ഈ വാട്ടർ തെറാപ്പി, മഡ് തെറാപ്പി, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അത് വളരെ ഏറ്റവും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പോകുന്നൊരു കാര്യമാണ്. കാര്യം വലിയ റിസൾട്ട് ഉള്ളൊരു ഇതാണ്. ആ ഒരു പ്രോഡക്റ്റ് അതിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൂടെ അത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മേഖലയിൽ തന്നെ നമ്മളൊരു വിപുലീകരിച്ച് എല്ലാ സ്ഥലത്തും ഇത് എത്തിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എത്തിക്കാനും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള വലിയൊരു പദ്ധതിയാണ്, ബൃഹത് പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.